ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം. Installment payment system is a system of sale in which the price of the article is paid in installment along with interest on unpaid balance. Under this system, the buyer gets both possession and ownership of the goods at the time of signing the agreement. ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൈസ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് പർച്ചേസർ അല്ലെങ്കിൽ ബയർ സെല്ലർക്ക് നൽകുക. ഈ ഒരു സിസ്റ്റം വച്ച് അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം ബേസ് ചെയ്തുകൊണ്ട് അസറ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് ബയർക്ക് ആ അസറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഗുഡ്സിൻ്റെ പൊസഷനും ഓണർഷിപ്പും ആ ഒരു എഗ്രിമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. Then features of installment payment system ആണ്. ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ഓഫ് സെയിൽ. ഇതൊരു സെയിൽ പോലെയാണ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽ പോലെയാണ്, ഒരു കോൺട്രാക്ട് ഓഫ് സെയിലാണ് ഈ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. പേയ്മെൻറ്റ് നടത്തുന്നത് ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ്. ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫർ ടു ദ ബയർ ഇൻ ദ വെരി ബിഗിനിങ് ഓഫ് ദ കോൺട്രാക്ട്. ബയറും സെല്ലറും തമ്മിൽ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ബയർക്ക് അസറ്റിൻ്റെ മുകളിലുള്ള ഓണർഷിപ്പ് ലഭിക്കും. ദ ബയർ കനോട്ട് റിട്ടേൺ ദ ഗുഡ്സ്. ഏതെങ്കിലും ഒരു കേസിൽ ബയർ ഡിഫാൾട്ട് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ, ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് ഡിഫാൾട്ട് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അസറ്റ് തിരിച്ചെടുക്കാനുള്ള ഒരു റൈറ്റ് സെല്ലർക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ അത് വേറൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബയർക്ക് പർച്ചേസ് ചെയ്ത ഗുഡ്സ് അല്ലെങ്കിൽ അസറ്റ് തിരിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം അവിടെ വരുന്നില്ല. അപ്പം അതിൻ്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഓണർ ബയറായിട്ട് മാറും. അപ്പോൾ അത് തിരിച്ചെടുക്കാൻ സെല്ലർക്ക് സാധിക്കില്ല. ദ ബയർ ക്യാൻ ട്രാൻസ്ഫർ ഓർ പ്ലഡ്ജ് ദ ഗുഡ്സ് ബിക്കോസ് ഹീ ഈസ് ദ ഓണർ. ബയർ അസറ്റിൻ്റെ ഓണർ ആയതുകൊണ്ട് തന്നെ, ഗുഡ്സിൻ്റെ ഓണർ ആയതുകൊണ്ട് തന്നെ ബയർക്ക് ഈ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാനും പ്ലഡ്ജ് ചെയ്യാനും സാധിക്കുന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. വെൻ ദ ബയർ മേക്ക് ഡിഫാൾട്ട് ഇൻ ദ പേയ്മെൻറ്റ് ഓഫ് എനി ഇൻസ്റ്റാൾമെൻറ്റ് the seller cannot repossess the goods. ഇവിടെ റീപോസഷൻ ഓഫ് ഗുഡ്സ് അത് സംഭവിക്കുന്നില്ല. സെല്ലർക്ക് ഒരിക്കലും ഈ വിറ്റിട്ടുള്ള അല്ലെങ്കിൽ സെയിൽസ് നടത്തിയിട്ടുള്ള ഗുഡ്സ് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബയർ അസറ്റിൻ്റെ ഓണറായിട്ട് മാറിയിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ്. ഫസ്റ്റ് വരുന്നത് ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ബയർ. ബയറുടെ ബുക്സിൽ വരുന്ന ജേണൽ എൻട്രിയാണ്. ബയറെ സംബന്ധിച്ച് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ക്രെഡിറ്റ് പർച്ചേസ് പോലെയാണുള്ളത്. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് നമുക്ക് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് എങ്ങനെയാണോ വരുന്നത് അതേപോലെയാണ് ഇവിടെ ബയറുടെ ബുക്സിൽ നമ്മൾ ജേണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇതിൽ ആദ്യത്തെ എൻട്രി, when an asset is purchased on installment payment system. ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ അസറ്റ് പർച്ചേസ് ചെയ്താലുള്ള എൻട്രിയാണ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ, ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു വെൻഡേഴ്സ് അക്കൗണ്ട്. അസറ്റ് അക്കൗണ്ടിൽ ക്യാഷ് പ്രൈസും ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിൽ ടോട്ടൽ ഇൻട്രസ്റ്റുമാണ് കാണിക്കേണ്ടത്. ഇത് രണ്ടും കൂടി ചേർത്തിട്ടുള്ള എമൗണ്ട് ആണ്, ക്യാഷ് പ്രൈസും ടോട്ടൽ ഇൻട്രസ്റ്റ് കൂടി ചേർന്നുള്ള എമൗണ്ട് ആണ് വെൻഡേഴ്സ് അക്കൗണ്ടിൽ വരിക. ദെൻ രണ്ടാമത്തെ എൻട്രി, വെൻ ഡൗൺ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ്. ഡൗൺ പേയ്മെൻറ്റ് മെയ്ഡ് ചെയ്താൽ അല്ലെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഉള്ള എൻട്രിയാണ് വെൻഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ദെൻ മൂന്നാമത്തെ എൻട്രി, ഫോർ ഇൻട്രസ്റ്റ് ഡ്യൂ അറ്റ് ദ എൻഡ്. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന സമയത്തുള്ള എൻട്രിയാണ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. നാലാമത്തെ എൻട്രി, ഫോർ പേയ്മെൻറ്റ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് നടത്തുന്ന സമയത്തുള്ള എൻട്രിയാണ് വെൻഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ആണ് ഇവിടെ എമൗണ്ട് ആയിട്ട് ഉണ്ടാവുക. ദെൻ ഫോർ ഡിപ്രീസിയേഷൻ ചാർജ്, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് അക്കൗണ്ട്, ഇതാണ് എൻട്രി. ദെൻ ഫോർ ക്ലോസിങ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട്, ഇൻട്രസ്റ്റ് അക്കൗണ്ടും ഡിപ്രീസിയേഷൻ അക്കൗണ്ടും ക്ലോസ് ചെയ്യാനുള്ള എൻട്രിയാണ് എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുക. ഇപ്പോൾ ഇത്രയാണ് ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ബയർ. ബയറുടെ ബുക്സിൽ വരുന്ന ജേണൽ എൻട്രീസ്. ഇനി ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് വെൻഡർ ഓർ സെല്ലർ. സെല്ലറുടെ ബുക്കിൽ വരുന്ന ജേണൽ എൻട്രീസ് ആണ്. സെല്ലറെ സംബന്ധിച്ച് ഈ
ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സെയിൽസ് പോലെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിസ്റ്റം വെച്ച് ക്രെഡിറ്റ് സെയിൽസിൽ എങ്ങനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക, അതേപോലെ തന്നെയാണ് സിമിലർ നാച്ചറിൽ തന്നെയാണ് നമ്മൾ ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം അതിൽ ആദ്യത്തെ എൻട്രിയാണ് വെൻ ഗുഡ്സ് ആർ സോൾഡ് ഓൺ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം. ഗുഡ്സ് സെല് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള എൻട്രിയാണ് ബയേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. ഇവിടെ ബയേഴ്സ് അക്കൗണ്ടിൽ വരുന്നത് ടോട്ടൽ പ്രൈസ് ആണ്, ദെൻ ടു സെയിൽസ് അക്കൗണ്ട് ക്യാഷ് പ്രൈസ്, ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ടോട്ടൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ക്യാഷ് പ്രൈസും ടോട്ടൽ ഇൻട്രസ്റ്റും കൂടി വരുന്ന അത് രണ്ടും കൂടി ചേർത്തുള്ള എമൗണ്ട് ആണ് ബയേഴ്സ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. ദെൻ വെൻ ഡൗൺ പേയ്മെൻറ്റ് ഈസ് റിസീവ്ഡ്, ഇവിടെ ബയർ സെല്ലർ ഡൗൺ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബയേഴ്സ് അക്കൗണ്ട്, ബയറുടെ കയ്യിൽ നിന്ന് ഡൗൺ പേയ്മെൻറ്റ് റിസീവ് ചെയ്തു. ദെൻ ഫോർ ഇൻട്രസ്റ്റ് ഡ്യൂ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ, ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന സമയത്തുള്ള എൻട്രിയാണ് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് ഫോർ റെസിപ്റ്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ബയറുടെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യുന്ന സമയത്തുള്ള എൻട്രിയാണ് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബയേഴ്സ് അക്കൗണ്ട്. ദെൻ ലാസ്റ്റ് എൻട്രി ഫോർ ക്ലോസിംഗ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള എൻട്രി ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ്